SDDU தொழிற்சங்கத்தின் சார்பில் மே தினத்தை முன்னிட்டு முப்பெரும் நிகழ்வு சங்கத்தின் நெல்லை மாநகர் மாவட்டம் சார்பில் நடைபெற்றது. மே தினத்தை முன்னிட்டு கோடைக்கால தண்ணீர் பந்தல் திறப்பு, அன்னதான நிகழ்வு, மே தின கருத்தரங்கம், நெல்லை மாவட்டத்திற்கு உட்பட்ட பல்வேறு கிளைகளில் சிறப்பு நிகழ்ச்சிகள் நடைபெற்றது. மேலப்பாளையம் அலீம் நகர் வேன்கார் டூரிஸ்ட் ஸ்டாண்ட் சார்பில் நடைபெற்ற தண்ணீர் பந்தல் நிகழ்வில் நெல்லை மண்டல தலைவர் ஹைதர் அலி, மண்டல செயலாளர் ராஜா முகமது, மாநகர் மாவட்ட தலைவர் வழக்கறிஞர் ஆரிஃப் பாஷா, மாவட்ட துணைத் தலைவர் கல்வத், மாவட்ட செயற்குழு உறுப்பினர் இரும்பு ஜிந்தா, பீடி தொழிலாளர் ஒருங்கிணைப்பாளர் தங்கள் மைதீன், பாளை பகுதியில் நடைபெற்ற நிகழ்வில் மாவட்ட இணை செயலாளர் பாளை அன்சாரி, பாளை பகுதி பொறுப்பாளர் பாளை மிராசா, ஃபர்கிட் மாநகர் கிளை நிர்வாகிகள், டார்லிங் நகர் கிளை நிர்வாகிகள், பாத்திமா பள்ளி கிளை நிர்வாகிகள் பலர் கலந்து கொண்டு சிறப்பித்தனர். மேலப்பாளையம் நெல்லை மேரேஜ் ஹாலில் நடைபெற்ற மேதின கருத்தரங்க நிகழ்வில் தொழிற்சங்கத்தின் தேசிய செயற்குழு உறுப்பினர் ஜாலில் கரமனா கருத்துரை வழங்கினார். நிகழ்வில் SDBI கட்சியின் மாநகர் மாவட்ட தலைவர் மௌலவி ஷாகுல் ஹமீத் உஸ்மானி, மாவட்ட துணைத் தலைவர் ஹயாத் முகமது, அண்ணா தொழிற்சங்க மண்டல இணை செயலாளர் ஷாகுல் ஹமீத், மேலப்பாளையம் அதிமுக பகுதி செயலாளர் ஹயாத் உள்பட நிர்வாகிகள் முன்னிலை வகித்தனர். நிகழ்வில் அனைத்து கிளைகளின் நிர்வாகிகள், தொழிலாளர் தோழர்கள் பலர் கலந்து கொண்டனர். എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സംഘത്തിന്റെ പ്രിയ സുഹൃത്തുക്കൾ, വിപ്ലവത്തിന്റെ കൊടികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ഈ വിപ്ലവത്തിന്റെ പതാക ഇന്ത്യയുടെ ഡൽഹിയിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും എല്ലാ സ്ഥലങ്ങളിലും ഇതേ ഒരു കൊടി അവിടെ പൊങ്ങിക്കൊണ്ട് ദുഷ്ടി ചുരുട്ടിക്കൊണ്ട് വിളിക്കുന്നു, SDDU സിന്ദാബാദ്. ഇതേ ദിവസങ്ങളിൽ SDDU സിന്ദാബാദ്. നമുക്കറിയാം, SDDU എന്ന് പറഞ്ഞ തൊഴിൽ സംഘം രാജ്യത്ത് ചൂഷണം ചെയ്യുന്നവന്റെ, രാജ്യത്തെ പട്ടിണി കിടന്നുകൊണ്ട് ചൂഷണം ചെയ്ത് അവന്റെ അധ്വാനത്തിൽ നിന്നും പിച്ചച്ചട്ടിൽ നിന്നും നേരിട്ട് വരുന്നുണ്ട്. അവനെതിരെ ശബ്ദമുയർത്താൻ ഈ തൊഴിലാളി സംഘം ഉണർന്നു വരേണ്ടതാണ്. ഈ മെയ് ദിനത്തിൽ നമ്മൾ ഉയർത്തേണ്ട മുദ്രാവാക്യം. മെയ് ദിനം ആരുടെയും കുത്തകയല്ല. മെയ് ദിനം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. മെയ് ദിനം എന്ന് പറയുന്നത് ലോകരാജ്യ തൊഴിലാളികൾ, ആ തൊഴിലാളികൾ അവകാശപ്പെട്ടതാണ്. ആ ദിനത്തിൽ സംഘടിച്ചുകൊണ്ട് അന്നത്തെ ചിക്കാഗോയുടെ തെരുവീതികളിൽ ആയിരക്കണക്കിന് ജനങ്ങളെ ആ തെരുവീതികളിൽ ചുട്ടുകൊല്ലാൻ വേണ്ടി അവിടുത്തെ ഭരണകൂടം വന്ന് കാണിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ നമ്മുടെ നാടുകളിലെല്ലാം ഇന്ന് BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനം അവൻ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട, തൊഴിലാളികൾക്ക് കിട്ടേണ്ട വേതനം ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ നരേന്ദ്രമോദിക്കെതിരെയാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെയാണ് നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. നമ്മൾ ദുഷ്ടി ചുരുട്ടിക്കൊണ്ടിരിക്കുക, സിന്ദാബാദ് വിളിക്കുക, രാജ്യത്ത് തൊഴിലാളി സംഘം ഉണരുക, ഉണർന്ന് പ്രവർത്തിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് ഡെമോക്രസി, ജയ് തൊഴിലാളി സംഘം.